മോനെ, നീ കരയുവാണോ? ഇല്ലമ്മേ. അച്ഛൻ എന്നോട് പറഞ്ഞത് കേട്ടില്ലമ്മേ. അച്ഛൻ എന്നെ ശപിച്ചത് കേട്ടില്ലേ? ശരിയാ, ഞാൻ തെറ്റുകാരനാ. ഞാനാ തെറ്റുകാരൻ. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കും. അനുഭവിച്ചോളാം. ഞാൻ എന്ത് വേണമെങ്കിലും അനുഭവിച്ചോളാം. അമ്മ, ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും. പക്ഷെ എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്കത് സഹിക്കാനാവില്ല അമ്മ. മോനെ, അച്ഛൻ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേടാ. എനിക്കും അറിയാം. ഋതിക മാഡത്തിന് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് വെച്ച് ഞാൻ എങ്ങനെയാ മാഡത്തെ എന്റെ നാവിന്ന് ഋതിക മാഡം എന്നല്ലാതെ ഇത്രയും കാലം ഞാൻ ആ കുട്ടിയെ പേരെടുത്ത് പോലും വിളിച്ചിട്ടില്ല. വർമ്മ സാർ എന്നെ വിശ്വസിച്ചു എന്റെ കയ്യിൽ ഏൽപ്പിച്ച സാറിന്റെ മകളെ ഞാൻ എങ്ങനെയാ അമ്മ? മോനെ, കരയാതട. അമ്മയുടെ പൊന്നുമോൻ കരയരുത്. എല്ലാം അമ്മയ്ക്ക് മനസ്സിലാവും. സോറി അമ്മ. ഞാൻ നിങ്ങളെല്ലാവരും വിഷമിപ്പിക്കാണെന്ന് എനിക്കറിയാം. പക്ഷെ പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ പറ്റൂ. ശരി, നീ കരഞ്ഞത് മതി. കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ കരയാതെ. അമ്മ മോനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണുട്ടാ, നിങ്ങൾ എന്തിനാ അത്രയും കടുപ്പിച്ച് അവനോട് സംസാരിച്ചത്? ഞാൻ എനിക്ക് മനസ്സിലാവും. എന്നാലും വേണ്ടായിരുന്നു. അവനെ വിഷമിപ്പിക്കണ്ടായിരുന്നു. നമുക്ക് കാര്യങ്ങള് പതിയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി അവനെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? അംബിക മാഡം എടിപിടിയുന്ന ആ കുട്ടിയുടെ വിവാഹം നടത്തും. ഈശ്വരനൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല വേണോട്ടാ. എല്ലാം അങ്ങനെ ഈശ്വരനെ ചാരിയിട്ട് കാര്യമില്ലടി. എന്തെങ്കിലും നടക്കണമെങ്കിൽ അകത്തിരിക്കണം നമ്മുടെ മോൻ തന്നെ വിചാരിക്കണം.